Good afternoon. Good afternoon, ma'am. Okay. Okay, Avani. Okay, Avani. Okay, Avani. Kartika, okay, Akshaya, Arvind. രണ്ട് പേര് ഞാൻ വിട്ടുപോയതാണ്. കാർത്തിക പറഞ്ഞേ, കാർത്തിക, അക്ഷയ. ഇതിനൊക്കെയാണ് ലിൻസി, നിമ്മി. ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നന്നായിട്ടിരിക്കുന്ന എല്ലാവരും? സുഖം. എനിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. എക്സാം എപ്പോഴായിരിക്കും അല്ലെ? എക്സാം മിക്കവാറും ഒരു മാർച്ചൊക്കെ ആവുമ്പോൾ കേട്ടോ. മാർച്ചിലാവുമ്പോഴേക്കും എക്സാം വരും കേട്ടോ. ഫെബ്രുവരി ലാസ്റ്റ് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പോർഷൻസ് ഒക്കെ തീരണ്ടേ. പിന്നെ നമ്മൾ തുടങ്ങുന്നത് 7th മൊഡ്യൂളിലേക്ക് കടക്കുകയാണ് കേട്ടോ. 6th മൊഡ്യൂളിൽ എനിക്ക് ഒരു ചാപ്റ്റർ ആണ് ഉണ്ടായിരുന്നത്, മെറ്റീരിയൽ മാനേജ്മെന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞിരുന്നു. ഇനി ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 7th മൊഡ്യൂളാണ്. 7th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ അന്ന് എടുക്കുന്നത്, ഇൻഫെക്ഷൻ കൺട്രോൾ. ഇങ്ങനത്തെ 2 ചാപ്റ്റേഴ്സ് ആണ് എനിക്ക് എടുക്കാനുള്ളത് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. ഓക്കെ പ്രീതി, തുടങ്ങല്ലേ? നമുക്ക് എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ചാപ്റ്റർ ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ. കുറച്ചൊക്കെ കാര്യങ്ങൾ ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക്, നോസോകോമിയൽ ഇൻഫെക്ഷൻ. അതിനകത്ത് നമ്മള് നോസോകോമിയൽ ഇൻഫെക്ഷനെ പറ്റിയിട്ട് പഠിച്ചിരുന്നു. പിന്നെ എന്താണ്, അതിൽ നമ്മൾ 5 മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ട്. കോണ്ടാക്ട് ട്രാൻസ്മിഷൻ അല്ലെ, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, പിന്നെ എന്താണ് എയർബോൺ ട്രാൻസ്മിഷൻ, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്ത് പ്രിവെന്റീവ് മെഷേഴ്സ് പഠിച്ചിരുന്നു. അതായത് ഇന്നത്തെ ഒരു 8ഓളം പോയിന്റുകൾ നമ്മൾ അതിനകത്ത് പഠിച്ചു. സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസോലേഷൻ, ഓർമ്മയുണ്ടെന്നൊക്കെ, ഹാൻഡ് വാഷിംഗ് അല്ലെ, അതുപോലെ യൂസിങ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, പിന്നെ ഡിസ്ഇൻഫെക്ഷൻ, പിന്നെ ഒരു എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റീനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ആ സെയിം കമ്മിറ്റി തന്നെ ഇവിടെയും പഠിക്കാനുണ്ട്. അതിനകത്ത് നമ്മൾ അതിന്റെ ചെയർമാനും മെമ്പേഴ്സും സെക്രട്ടറി ഒക്കെ പഠിച്ചില്ല. സെയിം കണ്ടന്റ് തന്നെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കുറച്ച് മാത്രം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ, കുറച്ച് അസുഖങ്ങളെ പേരുകളൊക്കെ നമുക്ക് എടുത്ത് പഠിക്കാനുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പഠിക്കാൻ കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ചാപ്റ്റർ നമ്പർ 1 ഇൻഫെക്ഷൻ കൺട്രോൾ. ഓക്കെ, ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ വായിക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവിടെ ഒരു പിക്ചർ ഒക്കെ നിങ്ങൾക്ക് കാണാലോ. ഇവിടെ നമ്മൾ ഈ പറയുന്ന പ്രിവെന്റീവ്, അതായത് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെയാണ് അവിടെ പിക്ചർ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അല്ലെ. നമ്മൾ അതിനകത്ത് ഹാൻഡ് വാഷിങ്ങും സാനിറ്റേഷനും അല്ലെ, നമ്മളെപ്പോഴും ശുചിത്വം പാലിക്കാം അല്ലെ. അതുപോലെ തന്നെ നമ്മളെപ്പോഴും സ്റ്റെറിലൈസ് ചെയ്യാം അല്ലെ. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണെങ്കിൽ അത് വീട്ടിലെ കാര്യങ്ങളല്ല, ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ അത് എക്യുപ്മെന്റ്സുകളും മറ്റും സ്റ്റെറിലൈസ് ചെയ്യാം, ഹാൻഡ് വാഷ് ചെയ്യാം. ഇതൊക്കെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളാണ് അല്ലെ. അതുപോലെ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം നമ്മൾ കുറയ്ക്കാം. പരമാവധി അവരുമായിട്ടുള്ള സമ്പർക്കം കുറച്ച് നമ്മൾ ഐസൊലേറ്റ് ചെയ്തിരിക്കുക അല്ലെ. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? ഈ ഒരു അണുവ്യാപനം നമുക്ക്, ഇൻഫെക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. Contagious diseases are caused by microscopic organisms that traverse the body's natural barriers and multiply to create the symptoms that can range from mild to deadly. Although a process has been made to annihilate or control many pathogenic diseases, the humankind remains susceptible to a wide array of new and resurrected organisms. എന്താണ് അവിടെ പറഞ്ഞ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. എന്താണ് കണ്ടേജിയസ് ഡിസീസസ് എന്നാണ് അവിടെ പറയുന്നത്.
കണ്ടേജിയസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പകർച്ചവ്യാധികളാണ് കേട്ടോ. പകർച്ചവ്യാധികളെയാണ് കണ്ടേജിയസ് ഡിസീസസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ഡിസീസസ് കോസ്ഡ് ബൈ ദ ലിവിങ് ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ്, ഇങ്ങനെയുള്ള സൂക്ഷ്മാണുക്കൾ മൂലം, ഇത്തരത്തിലുള്ള ലിവിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ് എന്നിവ മൂലമുള്ള അസുഖങ്ങളെയാണ് നമ്മൾ കണ്ടേജിയസ് ഡിസീസസ് എന്ന് പറയുന്നത് അല്ലെ. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഡിസീസസ് ഉണ്ടാകുന്നത്? നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ധാരാളം ബാരിയറുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കിന്ന് തന്നെ ഒരു ബാരിയറാണ് അല്ലെ. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ പുറത്തേക്ക് തുറന്നിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കളെ തടയുന്നതിനായിട്ടുള്ള ബാരിയറുകള് നമ്മുടെ ശരീരത്തിനകത്തുണ്ട് അല്ലെ. ഇത്തരം ബാരിയറുകളെ മറികടന്ന് പെരുകുന്ന ഇത്തരം സൂക്ഷ്മാണുക്കൾ മൂലമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? കണ്ടേജിയസ് ഡിസീസസ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു കാര്യമാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, എങ്ങനെയുള്ള ഡിസീസസ് ആണ്? The contagious diseases are caused by microscopic organisms that traverse the body's natural barrier and they multiply to create the symptoms that can range from mild to deadly. ഇത് നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിച്ചിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വളരെ മൈൽഡ് ആയിട്ട് തൊട്ട് സിവിയർ ആയിട്ടുള്ള ലക്ഷണങ്ങൾ വരെ അത് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നാച്ചുറൽ ബാരിയറുകളെയൊക്കെ മറികടന്ന് അകത്തേക്ക് പ്രവേശിക്കുന്ന ഇത്തരം സൂക്ഷ്മാണുക്കൾ മൂലമാണ് നമുക്ക് കണ്ടേജിയസ് ഡിസീസസ് ഉണ്ടാകുന്നത് അല്ലെ. പിന്നെന്താണ്? Although a process has been made to annihilate or control many pathogenic diseases, human can remain susceptible to a wide array of new and resurrected organisms. കാര്യം നമുക്കറിയാം, ഇത്തരം എന്താണ് രോഗാണുക്കളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രോഗാണുക്കളെയൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ, പ്രിവെന്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ അനിഹിലേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ, ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ എന്നിരുന്നാലും നമുക്കറിയാം പുതിയ പുതിയ രോഗാണുക്കൾ വരുന്നുണ്ട്. ഇത്തരം പുതിയ രോഗാണുക്കൾക്കൊക്കെ മനുഷ്യരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇരയാകുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ കോവിഡ് ഓർത്താൽ മതി അല്ലെ. 19-20 സമയങ്ങളിൽ അല്ലെ, ആ ഒരു വർഷത്തൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു പോയതാണ് അല്ലെ. കൊറോണ വൈറസ് അല്ലെ, പുതിയൊരു രോഗാണു വന്നതിന്റെ പേരിൽ നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടി അല്ലെ. അപ്പൊ ഓരോ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ പുതിയ പുതിയ ഒരുപാട് രോഗാണുക്കൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം നമുക്ക് ഇത്തരം ഇങ്ങനെയുള്ള ഡിസീസസിനൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട്. നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. പക്ഷെ പുതിയ പുതിയ രോഗാണുക്കൾ അപ്പോഴും വന്നുകൊണ്ടേയിരിക്കും അല്ലെ. അങ്ങനെ ഒരു കാലഘട്ടമാണ്. ഓക്കെ, കാലഘട്ടമല്ല, അതെല്ലാ കാലത്തും എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്കറിയില്ലല്ലോ, ഇനിയിപ്പോ വരും കാലങ്ങളിലൊക്കെ നമ്മൾ കാണാത്ത രീതിയിലുള്ള പുതിയ വല്ല രോഗാണുക്കൾ വരുമോ, കോവിഡ് പോലെയൊക്കെയുള്ള മറ്റെന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നോക്കാം അല്ലെ. അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ അടുത്ത എന്താണ് പറയുന്നത്? ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് കണ്ടേജിയസ് ഡിസീസസ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് സം ഇൻഫെക്ഷൻസ് such as measles, malaria, HIV and yellow fever affect the entire body. Other infections affect only one organ or system of the body. അല്ലെ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന മീസൽസ് എന്താണ്? അഞ്ചാം പനിയാണ് കേട്ടോ. അതുപോലെ മലേറിയ, HIV, യെല്ലോ ഫീവർ, മഞ്ഞപ്പനി എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞാല് അത് നമ്മുടെ ഫുൾ ബോഡി സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെയർ ബോഡീനെ മുഴുവനും എന്ത് ചെയ്യുന്നുണ്ട്? അത് അഫക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ചില ഇൻഫെക്ഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓർഗനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനെ മാത്രമായിരിക്കും എഫക്ട് ചെയ്യുന്നത്. അതായത് ഇൻഫെക്ഷൻസ് തന്നെ ജനറൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട്, ലോക്കൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട്. ലോക്കൽ ഇൻഫെക്ഷൻ എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന സാധാരണ ഇൻഫെക്ഷൻ എന്നുള്ള അർത്ഥമല്ല കേട്ടോ, ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ എന്നുള്ളതാണ്. ലോക്കലൈസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബോഡി സിസ്റ്റം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓർഗനെ ലോക്കലൈസ് ചെയ്തുകൊണ്ട് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്ന അസുഖങ്ങളാണ് കേട്ടോ. അപ്പോ ഇത്രയുള്ളൂ. ദ മോസ്റ്റ് ഹാബിച്വൽ ലോക്കൽ ഇൻഫെക്ഷൻസ് ഇൻക്ലൂഡിംഗ് കോമൺ കോൾഡ് occur in the upper respiratory tract. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോക്കൽ ഇൻഫെക്ഷൻ ആണ്. ലോക്കലിന് കേൾക്കുമ്പോൾ നിങ്ങൾ സാധാരണ ഇൻഫെക്ഷൻ എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ, ലോക്കലൈസ്ഡ് ആണ് കേട്ടോ. ലോക്കലൈസ്ഡിന് ചുരുക്കിയിട്ടാണ് അവിടെ ലോക്കൽ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓർഗൻ സിസ്റ്റത്തിനെ മാത്രമായിരിക്കും അത് എഫക്ട് ചെയ്യുന്നുണ്ടാവുക. അതേസമയം മീസൽസ്, മലേറിയ, HIV, യെല്ലോ ഫീവർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ എൻ്റയർ ബോഡീനെ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നു. ഈ കോമൺ കോൾഡ് പോലെയുള്ള ലോക്കൽ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് എന്തിനെയാണ് ബാധിക്കുന്നത്? ദാറ്റ് എഫക്ട് ദ
അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് അല്ലെ, നമ്മുടെ ശ്വസനത്തിന്റെ റെസ്പിറേറ്ററി ട്രാക്ടിന്റെ മുകൾ ഭാഗത്തിന്, അപ്പർ ഭാഗത്തിനെയാണ് കോമൺ കോൾഡ്, സാധാരണ വരുന്ന ജലദോഷമൊക്കെ നമ്മളെ ബാധിക്കുന്നത് അല്ലെ. ഓക്കെ, പിന്നെന്താണ്, എ സീരിയസ് ആൻഡ് യൂഷ്വലി ലോക്കൽ ഇൻഫെക്ഷൻസ് ഓഫ് ദ റെസ്പിറേറ്ററി ട്രാക്ട് ഇസ് ട്യൂബർകുലോസിസ് വിച്ച് ഇസ് എ പ്രോബ്ലം വേൾഡ് വൈഡ് അല്ലെ. അതുപോലെ തന്നെ ഒരു ലോക്കൽ ഇൻഫെക്ഷൻ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ടിനെ ബാധിക്കുന്ന ഒരു ലോക്കൽ ഇൻഫെക്ഷൻ എക്സാമ്പിൾ ആണ് എന്ത്, TB അഥവാ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് അല്ലെ. TB ഏത് ബോഡി സിസ്റ്റത്തിനെ ബാധിക്കുന്നത്, TB ക്ഷയരോഗം അല്ലെ. ട്യൂബർകുലോസിസ് ഏത് ബോഡി സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്, ഏത് ബോഡി ഓർഗനെയാണ് ബാധിക്കുന്നത് എന്ന് അറിയാമോ? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. അവന് ലങ്സിനെയാണ് അല്ലെ, നമ്മുടെ ശ്വാസകോശത്തിനെയാണ് എന്ത് ബാധിക്കുന്നത്, ട്യൂബർകുലോസിസ് ബാധിക്കുന്നത്. കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതിനാണ് നമ്മൾ BCG വാക്സിനേഷൻ ഒക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് അല്ലെ. ഓക്കെ, അടുത്തത് അതർ കോമൺ സൈറ്റ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻക്ലൂഡ് ഡൈജസ്റ്റീവ് ട്രാക്ട്, ലങ്സ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് യൂറിനറി ട്രാക്ട്സ്, ഐസ് ഓർ ഇയേഴ്സ് അല്ലെ. നമ്മൾ റെസ്പിറേറ്ററി ട്രാക്ടിനെ മാത്രം ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. അത് മാത്രമല്ല, നമ്മളുടെ ഇൻഫെക്ഷൻ ബാധിക്കുന്ന മറ്റു പല സൈറ്റുകൾ അല്ലെ, നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ എഫക്ട് ചെയ്യുന്ന മറ്റു പല ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഡൈജസ്റ്റീവ് ട്രാക്ടിനെ ബാധിക്കാം, ലങ്സ്, അതുപോലെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ബാധിക്കാം, യൂറിനറി ട്രാക്ടിനെ ബാധിക്കുന്നത് നമ്മുടെ കണ്ണുകള്, അതുപോലെ ചെവി, ഇതിനെയൊക്കെ ബാധിക്കുന്ന ഒരുപാട് ഇൻഫെക്ഷൻസുകൾ ഉണ്ട് അല്ലെ. ഓക്കെ, ലോക്കൽ ഇൻഫെക്ഷൻസ് ക്യാൻ കോസ് മേജർ എയിൽമെന്റ്സ് if they affect the vital organs such as heart, brain or liver. They also can spread through the bloodstream to cause the pervasive symptoms. അപ്പൊ നമ്മൾ ഈ പറയുന്ന ലോക്കൽ ഇൻഫെക്ഷൻസ്, ദാറ്റ് മീൻസ് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻസ്, അത് പലപ്പോഴും ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാകും. കാര്യം എന്താണെന്നറിയോ, അത്തരം അസുഖങ്ങൾ നമ്മൾ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മേജർ ഓർഗൻസ് ആയിട്ടുള്ള ഹാർട്ട്, ബ്രെയിൻ, ലിവർ ഇതിനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരാവസ്ഥയിലോട്ട് നയിക്കും അല്ലെ. മാത്രമല്ല, ഇത്തരം ലോക്കൽ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലഡിലൂടെ അവർക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ബ്ലഡിലൂടെ സ്പ്രെഡ് ചെയ്യുകയും വളരെ വ്യാപകമായിട്ടുള്ള കുറെ സിംറ്റംസുകൾ അത് ഉണ്ടാക്കുകയും ചെയ്യുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഇൻഫെക്ഷനെ പറ്റിയുള്ള ധാരണ ഉണ്ടാവാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഇൻഫെക്ഷൻ ജനറൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട്, ദാറ്റ് മീൻസ് എൻറ്റയർ ബോഡി സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ ഉണ്ട്, അല്ലാതെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസും ഉണ്ട്. ഓക്കെ, അടുത്തത് കേട്ടോ, കോമൺ വേസ് ഇൻ വിച്ച് ഇൻഫെക്ടിയസ് ഏജന്റ്സ് എന്റർ ദ ബോഡി ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് നിങ്ങള് അത് വേണമെങ്കിൽ ചോദിക്കാം. ഏതൊക്കെ രീതിയിലാണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ടിയസ് ഏജന്റ്സുകൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്? ഓക്കെ, the common ways in which infectious agents enter the body are through ഏതൊക്കെയാണെന്ന് സ്കിൻ കോണ്ടാക്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ച ട്രാൻസ്മിഷൻ തന്നെയാണ്. നമ്മൾ 5 ട്രാൻസ്മിഷൻ ഡിപ്ലോമയിൽ പഠിച്ചില്ല, സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഒന്നെന്താണ്, സ്കിൻ കോണ്ടാക്ട്, അതായത് കോണ്ടാക്ട് ട്രാൻസ്മിഷനിലൂടെ. കോണ്ടാക്ടിന്റെ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട് അല്ലെ. അപ്പൊ സ്കിൻ കോണ്ടാക്ടിലൂടെ. പിന്നെന്താണ്, ഇൻഹേലേഷൻ ഓഫ് എയർബോൺ മൈക്രോബ്സ്, ദാറ്റ് മീൻസ് എയർബോൺ ട്രാൻസ്മിഷൻ അല്ലെ. വായുവിലൂടെ ഈ പറയുന്ന സൂക്ഷ്മാണുക്കള് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാം. പിന്നെന്താണ്, ഇൻജെക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ അല്ലെ. മലിനമായിട്ടുള്ള ഭക്ഷണം, അതുപോലെ തന്നെ വെള്ളം എന്നിവയിൽ നിന്നുമൊക്കെ അണുക്കൾ എത്താം. അതാണ് നമ്മൾ പഠിച്ച കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. അവിടെ നമ്മൾ പഠിച്ചില്ലേ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. എന്തുകൊണ്ടാണ് കോമൺ വെഹിക്കിൾ എന്ന് പറയാൻ കാരണം, കോമൺ ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്ന്, അതായത് അവിടെ ഇൻഫെക്ഷൻ ബാധിക്കുന്നത് ഒരു വ്യക്തിയിലോട്ടല്ല, ഒരു വ്യക്തിയിൽ നിന്ന് 1 by 1 ആയിട്ടല്ല, ഒരു ബൾക്ക് ഓഫ് ആളുകളിലേക്ക്, അതായത് ഒരു കൂട്ടം ആളുകള് ഒരുമിച്ച് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇപ്പൊ ഈ പറയുന്ന കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുഡ് അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു വ്യക്തി ആയിരിക്കില്ല, ഒരു കൂട്ടം ആളുകൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അറ്റേ ടൈമിൽ തന്നെ ഒരു ബൾക്ക് ഓഫ് ആളുകളിലേക്ക് എന്ത് ചെയ്യാണ്, ഇൻഫെക്ഷൻ അവിടെ സ്പ്രെഡ് ചെയ്യപ്പെടാണ്. അതാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ അല്ലെ. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ഒരു കൂട്ടം ആളുകളിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന ഒരവസ്ഥ. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻജെക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ, മലിനമായിട്ടുള്ള ഭക്ഷണം, വെള്ളം എന്നിവയിൽ നിന്നൊക്കെ വരാം. അതുപോലെ വൈറസ് ഫ്രം വെക്ടേഴ്സ്, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ നിങ്ങൾ പഠിച്ചതാണ് അല്ലെ. അല്ലെങ്കിൽ കൊതുക്, ചെള്ള്, കീടങ്ങള്, അവയിൽ നിന്നൊക്കെ എന്ത് സംഭവിക്കാം, ഈ പറയുന്ന അസുഖങ്ങൾ ഉണ്ടാവുക അല്ലെ. വൈറസ് ഫ്രം വെക്ടേഴ്സ്, ദാറ്റ് മീൻസ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ സച്ച് ആസ് ticks or mosquitoes that carry and transmit the organism. അത് വെക്ടേഴ്സ് ആണ് അല്ലെ, വാഹകരാണ്.
അതായത് അസുഖവാഹകരാണ്. അവരെന്ത് ചെയ്യും? ഇത്തരം സൂക്ഷ്മാണുക്കളെ വഹിച്ചുകൊണ്ട് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, പിന്നെ എങ്ങനെയൊക്കെയാണ്? സെക്ഷുവൽ കോണ്ടാക്ട്, HIV പോലെയുള്ള അസുഖങ്ങള്, സിഫിലിസ്, ഇതൊക്കെ എന്താണ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ആണ് അല്ലെ. അപ്പൊ സെക്ഷുവൽ കോണ്ടാക്ട് ആൻഡ് ട്രാൻസ്മിഷൻ ഫ്രം മദേഴ്സ് ടു ദെയർ അൺബോൺ ചിൽഡ്രൻ വിയ ദ ബർത്ത് കനാൽ ആൻഡ് പ്ലാസന്റ. അതുപോലെ തന്നെ സെക്ഷുവൽ കോണ്ടാക്ടിലൂടെയും പിന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് ത്രൂ ഇതിലൂടെയാണ് ബർത്ത് കനാൽ അല്ലെങ്കിൽ പ്ലാസന്റ വഴിയായിട്ട് അമ്മയിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്കും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് എന്ത് ചെയ്യപ്പെടാം? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വേറെ കാര്യങ്ങളൊന്നും അതിൽ പറയുന്നില്ല കേട്ടോ. വളരെ ജനറൽ ആയിട്ടുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ് കണ്ടേജിയസ് ഡിസീസസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതായത് സൂക്ഷ്മാണുക്കൾ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളെയാണ് നമ്മൾ പകർച്ചവ്യാധികൾ, കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻഫെക്ഷൻസ് തന്നെ ലോക്കലായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട്, ലോക്കൽ മീൻസ് ലോക്കലൈസ്ഡ്, ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബോഡി സിസ്റ്റത്തിനെയോ ബോഡി ഓർഗനെയോ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ് ഉണ്ട്. അതല്ലാതെ ജനറൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട്. പിന്നെ സാധാരണ ഇൻഫെക്ഷൻസ് ബാധിക്കുന്ന കോമൺ സൈറ്റ്സ് ഏതൊക്കെയാണ്? പിന്നെ അതിന് ചോദിക്കാവുന്ന ഒരു കാര്യം ഇതാണ്, ദാറ്റ് മീൻസ് ഏതൊക്കെ രീതിയിലാണ് സൂക്ഷ്മാണുക്കള് മനുഷ്യ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്? ഇത് വേണമെങ്കിൽ ചോദിക്കാം. നമുക്കറിയാം കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, അതുപോലെ ഇൻഹേലേഷൻ ഓഫ് എയർബോൺ മൈക്രോബ്സ്, ഇഞ്ചക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഇൻഡോർ വാട്ടർ, അതുപോലെ വൈഡ് സ്പ്രെഡ് വെക്ടേഴ്സ്, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ, മനസ്സിലായോ? ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കൂ. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ മൊത്തത്തിനൊന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്കിയോ? നെക്സ്റ്റ് എന്താ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത്? വാട്ട് ഈസ് ഇൻഫെക്ഷൻ കൺട്രോൾ? എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ? എല്ലാവർക്കും അറിയാലോ. എങ്ങനെയൊക്കെ നമുക്ക് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പൊ ആ മെത്തേഡുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിവെന്റ്സ് ഓർ സ്റ്റോപ്സ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻസ് ഇൻ എ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് അല്ലെ. നമ്മൾ ഈ പറയുന്ന ഇത്തരം നമ്മുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളിൽ ഈ പറയുന്ന ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അതൊരു നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടോ അവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് അതിന്റെ തന്നെ ഒരു ഭാഗമാണ് അല്ലെ. ഓക്കെ, പിന്നെ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ അഡ്രസ് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻസ് വിത്തിൻ ദ ഹെൽത്ത് കെയർ setting, whether among patients, from patients to staff, from staff to patients or among staff. This includes preventive measures such as hand washing, cleaning, disinfecting, sterilizing and vaccinating. അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഏത് തരത്തിലുള്ള അണുവ്യാപനത്തിനെ തടയുക എന്നുള്ളതാണ് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം സ്റ്റാഫുകളിൽ നിന്ന് പേഷ്യൻസിലേക്ക് വരാം, പേഷ്യൻസ് ടു പേഷ്യന്റിലോട്ട് സ്പ്രെഡ് ചെയ്യപ്പെടാം, പേഷ്യൻസ് ടു സ്റ്റാഫിലോട്ട് വരാം. ഇങ്ങനെ തന്നെയാണെങ്കിലും നമ്മളുടെ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫാക്ടേഴ്സിനെയും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദിസ് ഇൻക്ലൂഡ്സ് പ്രിവെന്റീവ് മെഷേഴ്സ് സച്ച് ആസ് ഹാൻഡ് വാഷിംഗ്, ക്ലീനിങ്, disinfecting,
സ്റ്റെറിലൈസിങ് ആൻഡ് വാക്സിനേറ്റിംഗ്. അതുപോലെ ഇത്തരം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പ്രിവെന്റീവ് മെഷേഴ്സുകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സുകൾ നമ്മൾ എടുക്കാവുന്നത് ഹാൻഡ് വാഷിംഗ് അല്ലെ, ഹാൻഡ് വാഷിംഗ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ ക്ലീനിങ്, പിന്നെ എന്താണ് ഡിസ്ഇൻഫെക്ഷൻ അല്ലെ, ഡിസ്ഇൻഫെക്റ്റിംഗ്, പിന്നെ സ്റ്റെറിലൈസിങ്, വാക്സിനേറ്റിംഗ്, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്, ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ഭാഗമാണ് അല്ലെ. ഇതൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചതുമാണ് അല്ലെ. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ നമുക്കൊരു ചെലവില്ലാത്തതുമായിട്ടുള്ള എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിവെന്റീവ് മെഷർ ആയിട്ട് നമ്മൾ പഠിച്ചത് ഹാൻഡ് വാഷിംഗ് ആണ് അല്ലെ. സാനിറ്റൈസ് ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനും വേണ്ട ഒരു ബുദ്ധിമുട്ടില്ല ഹാൻഡ് വാഷിംഗ് അല്ലെ. ഹാൻഡ് വാഷ് ചെയ്യാം, ക്ലീൻ ചെയ്യാം, ഡിസ്ഇൻഫെക്ട് ചെയ്യാം. അപ്പൊ നമ്മള് ടച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ അവിടെയൊക്കെ ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് സൂക്ഷിക്കാം. സ്റ്റെറിലൈസ് ചെയ്യാം. സ്റ്റെറിലൈസേഷന് ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട് അല്ലെ. പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെറിലൈസ് ചെയ്യാം. ഒപ്പം എന്താണ് വാക്സിനേഷൻ, അതും ഒരു ഇമ്പോർട്ടന്റ് ആണ്. കാര്യം നമ്മൾ ഈ പറയുന്ന പ്രിവെന്റീവ് മെഷേഴ്സ് ഫോളോ ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ. ഇത്തരം അണുക്കൾ നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മരുന്നുകൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ വാക്സിനേഷൻ എന്ന് പറയുന്നതും അതിന്റെ ഒരു ഭാഗമാണ് അല്ലെ, പ്രതിരോധിക്കുക എന്നുള്ളത് അല്ലെ. ഓക്കെ, അത്രയേ ഉള്ളൂ ഇൻഫെക്ഷൻ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കാം അടുത്തത്, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് are the major burdens for patients, society and healthcare management. Okay, the emergence of life-threatening infections like the severe acute respiratory syndrome of SARS and re-emerging infectious diseases like plague and tuberculosis that have emphasized the need for effective infection control programs in all healthcare settings and capacity building for healthcare workers so they can implement it. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ഇത്രയേറെ പ്രാധാന്യം വരാനുള്ള ഒരു റീസൺ ആണ് നമ്മൾ പറഞ്ഞത്. അതിന് കാരണമുണ്ട്. നമുക്കറിയാം, നമ്മള് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ലൈക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് അത് പേഷ്യൻസിനും അതുപോലെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അവിടെ നിന്ന് ഇൻഫെക്ഷൻ വന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മാത്രമല്ല, വളരെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ധാരാളം ഇൻഫെക്ഷൻസ്, അതിന്റെ എക്സാമ്പിൾ ആണ് അവിടെ പറയുന്നത് സാർസ്, അതായത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. നമ്മുടെ ലങ്സിനെ തന്നെ ബാധിക്കുന്ന വളരെ സിവിയർ ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഒരു കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ആളുകളുടെയൊക്കെ മരണത്തിന് കാരണമായിട്ടുള്ള ഒരു അസുഖം കൂടിയാണ് സാർസ് എന്ന് പറയുന്നത് കേട്ടോ. സാർസ്, അപ്പൊ നിങ്ങൾ അവിടെ അതിന്റെ ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കുന്നുണ്ട്. സാർസിന്റെ ഫുൾ ഫോം എന്താണ്? സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ് കേട്ടോ. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. അപ്പൊ ഇങ്ങനെയുള്ള അസുഖം ഇതൊക്കെ വളരെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഇത്തരം ഇൻഫെക്ഷൻസ്. അതുപോലെ പല ഇൻഫെക്ഷൻസും നമ്മള് പലപ്പോഴും പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയുന്ന പല ഇൻഫെക്ഷൻസും വീണ്ടും റീ എമർജ് ചെയ്ത് വരുന്നുണ്ടല്ലോ. ഇപ്പൊ പ്ലേഗ്, ട്യൂബർകുലോസ്. പ്ലേഗ് അങ്ങനെ വന്നിട്ടില്ല. പ്ലേഗ് ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു അസുഖമായിരുന്നു പ്ലേഗ് എന്ന് പറയുന്നത് കേട്ടോ. പ്ലേഗ് ബാധിച്ച് ഒത്തിരി ആളുകൾ മരണപ്പെട്ടിരുന്നു. അപ്പൊ പ്ലേഗ് പിന്നീട് വന്നിട്ടില്ല. പക്ഷെ TB, ട്യൂബർകുലോസിസ്, TB ഇതുപോലെ തന്നെ ഇപ്പോഴും പല ആളുകൾക്കും TB ഉണ്ടാവുന്നുണ്ട്. നമ്മളിപ്പോ കാര്യങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പോൾ BCG വാക്സിനേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും TB വീണ്ടും വരുന്നുണ്ട് അല്ല. ഇങ്ങനെ പല അസുഖങ്ങളും വീണ്ടും വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. അതായത് അപ്പൊ അതുകൊണ്ടാണ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന് ഇത്രയേറെ ഇമ്പോർട്ടൻസ് വരാനുള്ളൊരു റീസൺ ആയിട്ട് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ മാത്രമല്ല നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന് മാത്രമല്ല അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കട്ടെ. എന്തുകൊണ്ട് അവിടെ should be emphasized the need for effective infection control programs in all healthcare settings and capacity building for healthcare workers so they can implement that. അതുപോലെ അതിനനുസരിച്ച് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്ത് വർക്കേഴ്സിന് കൂടെ നമ്മൾ എന്ത് കൊടുക്കണം? അതിനുള്ള അവയർനെസ് അവർക്കും കൊടുക്കണം. അവർക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ബിൽഡപ്പ് ചെയ്ത് കൊടുക്കണം. കാര്യം അവരിലൂടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമായിട്ട് മാറി. ഓക്കെ, പിന്നെന്താണ്
An infection control program is considered efficient which when used appropriately restricts the spread of infection among patients and staff in the hospital. Infection control program വളരെ effective ആയിട്ടുള്ള efficient ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അത് ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഈ ഹോസ്പിറ്റലിലെ പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും ഇടയിലുള്ള ആ ഒരു എന്താണ് സ്പ്രെഡിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ. ഓക്കെ, പിന്നെന്താണ്, എ ഗുഡ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ആൾസോ കൺസിഡറബിളി റെഡ്യൂസസ് എ പേഷ്യൻസ് മോർബിഡിറ്റി, ലെങ്ത് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ ആൻഡ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഹോസ്പിറ്റൽ സ്റ്റേ. ആ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച് ചോദിക്കാവുന്നതാണ്. ഒരു നല്ല ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം, ഒരു നല്ല ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ബെനിഫിറ്റുകളാണ്? ഇറ്റ് റെഡ്യൂസസ് എ പേഷ്യൻസ് മോർബിഡിറ്റി. അതൊരു പേഷ്യന്റിന്റെ മോർബിഡിറ്റി, മരണനിരക്ക് കുറയ്ക്കുന്നു അല്ലെ? പേഷ്യന്റിന്റെ മരണനിരക്ക് കുറയ്ക്കുന്നു. അതുപോലെ ഇറ്റ് റെഡ്യൂസസ് ദ ലെങ്ത് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ അല്ലെ? ഹോസ്പിറ്റലിന്റെ സ്റ്റേ, ആശുപത്രി വാസം അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഹോസ്പിറ്റൽ സ്റ്റേ, ഹോസ്പിറ്റൽ സ്റ്റേയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളും അത് കുറയ്ക്കുന്നുണ്ട്. ശരിയല്ലേ? നല്ലൊരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം നമ്മൾ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യൻസിന്റെ മരണനിരക്ക് കുറയ്ക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെയാണ്, നോസോകോമിയൽ ഇൻഫെക്ഷനെയാണ്. അപ്പൊ അതിലൂടെയൊക്കെ മരണം സംഭവിക്കുന്നുണ്ട്, അധികം പുറത്തേക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിന്റെ മോർബിഡിറ്റി, ഡെത്ത് റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഹോസ്പിറ്റൽ മാസം കുറയ്ക്കാൻ പറ്റും, ഹോസ്പിറ്റൽ സ്റ്റേ മൂലമുള്ള ചെലവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് ചോദിക്കാം കേട്ടോ. പിന്നെ എന്താണ്? ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ദ പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇൻഫെക്ഷൻസ് ത്രൂ ദ ആപ്ലിക്കേഷൻ ഓഫ് റിസർച്ച് ബേസ്ഡ് നോളജ് ടു ദ പ്രാക്ടീസസ്. അതായത് നമ്മൾ ഗവേഷണങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള, നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവുകള്, അതിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങള്, ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനും നമുക്ക് അതിനെ മാനേജ് ചെയ്യാനും സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് ഇത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നതാണ്? കാര്യം ഇങ്ങനെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുന്നു, പലപ്പോഴും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട പല അസുഖങ്ങളും പുതുതായിട്ട് വരുന്നത് മൂലമൊക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന് അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതോടൊപ്പം ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ട്രെയിനിങ്, അതിനാവശ്യമായിട്ടുള്ളൊരു അവരുടെ കേപ്പബിലിറ്റി കൂടെ അതിനോടൊപ്പം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. വേറെ ഒന്നും അതിനകത്ത് പറയുന്നില്ല കേട്ടോ. ഓക്കെ, പിന്നെ സാർസിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. ഓക്കെ, വായിച്ചു നോക്കി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കമ്പോണൻസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം. കേട്ടോ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞല്ലോ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ? ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിൽ വരുന്ന കമ്പോണൻസുകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നമ്മളൊരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സുകളെയാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്? ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തൊക്കെ കമ്പോണൻസുകളാണ്? അത് വേണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങളോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് എൻ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം?
ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന്റെ കമ്പോണൻസുകൾ എന്തൊക്കെയാണ്? ഒരു 10 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓരോ പോയിന്റുകൾ നമുക്ക് എന്താ നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ബേസിക് മെഷർ ഫോർ ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള നടപടികൾ ആ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ആൻഡ് അഡീഷണൽ പ്രിക്കോഷൻസ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിക്കോഷൻസും അഡീഷണൽ ആയിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസുകളും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ വിയറിംഗ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, PPE ധരിക്കാം, ഗ്ലൗസുകൾ ധരിക്കാം, അല്ലെ, മാസ്കുകൾ ധരിക്കാം. അതുപോലെ നമ്മൾ പഠിച്ച ഐസോലേഷൻ, സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഇതൊക്കെ എന്താണ് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിക്കോഷൻസ് ആണ്. പിന്നെ എന്താണ് അഡീഷണൽ പ്രിക്കോഷൻസ്? അവിടെ അത് നമ്മൾ പഠിച്ചത് എയർബോൺ ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള അഡീഷണൽ പ്രിക്കോഷൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള അഡീഷണൽ പ്രിക്കോഷൻസുകൾ, ഇതെല്ലാം അതിന്റെ ഭാഗമാണ് അല്ലെ. സോ ബേസിക് മെഷർ ഫോർ ഇൻഫെക്ഷൻ കൺട്രോൾ, അതായത് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന നടപടികളും സ്റ്റാൻഡേർഡ് ആൻഡ് അഡീഷണൽ പ്രിക്കോഷൻസുകൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിരിക്കണം. ഓക്കെ. പിന്നെന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. അതിനോടൊപ്പം തന്നെ നമ്മള് ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ഉറപ്പ് വരുത്തണം അല്ലെ. ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ അവരും കേപ്പബിൾ ആയിരിക്കണം അല്ലെ. അവരുടെ സംരക്ഷണം കൂടെ അതിനോടൊപ്പം നമ്മൾ ഉറപ്പുവരുത്തണം. ഒരു ഇഫക്റ്റീവ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന്റെ കമ്പോണൻസുകളാണ് പഠിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. പിന്നെന്താണ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെ. ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ സേഫ്റ്റിയുടെ പ്രധാനമാണ്, അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് നല്ല സേവനങ്ങൾ കൊടുക്കാനായിട്ടുള്ള എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും അവർക്ക് പ്രൊവൈഡ് ചെയ്യും അല്ലെ. അതാണ് അവിടെ പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഹെൽത്ത് കെയർ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ, അവരുടെ ട്രെയിനിങ്, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. പിന്നെന്താണ് ആസ്പെക്ടിക് ടെക്നിക്സ് ആണ് കേട്ടോ. ആസ്പെക്ടിക് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആസ്പെക്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂസിങ് സ്റ്റെറൈൽ മെത്തേഡ് ടു പ്രിവെന്റ് ദ ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ആസ്പെക്ടിക് ടെക്നിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ആസ്പെക്ടിക്, ഓക്കെ. ആന്റിസെപ്റ്റിക് എന്നൊക്കെ പറയുന്നത് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ദാറ്റ് മീൻസ് എന്താണ് സ്റ്റെറിലൈസ് മെത്തേഡ്, യൂസിങ് സ്റ്റെറൈൽ മെത്തേഡ് ടു പ്രിവെന്റ് ദ ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സ്റ്റെറൈൽ മെത്തേഡുകൾ ഉപയോഗിക്കുക കേട്ടോ. അതിനെയാണ് നമ്മൾ ആസ്പെക്ടിക് ടെക്നിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ വരുന്ന എന്താണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹസാർഡ്സ് ആൻഡ് മിനിമൈസിംഗ് റിസ്ക്. സൗണ്ട് വരുന്നുണ്ട് പുറത്തുനിന്ന് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? സൗണ്ട് വരുന്നുണ്ടോ? ഇല്ല, പ്രശ്നമില്ല. അടുത്തതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹസാർഡ്സ് ആൻഡ് മിനിമൈസിംഗ് റിസ്ക്. ഹെൽത്ത് ഹസാർഡുകൾ നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെ. അതുപോലെ തന്നെ അതുമൂലം ഉണ്ടാകുന്ന റിസ്കുകൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക അല്ലെ. അതൊക്കെ ഇതിലെ കമ്പോണന്റുകളാണ് കേട്ടോ. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹസാർഡ്സ് ആൻഡ് മിനിമൈസിംഗ് റിസ്ക്. പിന്നെന്താണ് സർവൈലൻസ് ആണ്. സർവൈലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മോണിറ്ററിംഗ് ആണ് കേട്ടോ. നമ്മൾ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യണം, അതിനെ മോണിറ്റർ ചെയ്യണം അല്ലെ. മോണിറ്ററിംഗ് ആൻഡ് ട്രാക്കിംഗ് ദ ഇൻഫെക്ഷൻ ഏത് രീതിയിൽ എങ്ങനെ പോകുന്നു എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഇപ്പൊ നമ്മള് മറ്റേ കോവിഡ് വന്ന സമയത്ത്, നിപ്പ വന്ന സമയത്തൊക്കെ നമ്മൾ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കുമായിരുന്നു. അതൊക്കെ അതിന്റെ ഭാഗമാണ് അല്ലെ. നമ്മൾ ആ ഇൻഫെക്ഷൻ ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ട്രാക്ക് ചെയ്യുന്നു അല്ലെ. അതിനെയാണ് എന്ത് സർവൈലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ വരുന്ന എന്താണ് ആന്റിബയോട്ടിക് യൂസേജ് ആണ് കേട്ടോ. അതുപോലെ മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ഓഫ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ, ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് പ്രോഡക്റ്റ് ആൻഡ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ്. പിന്നെന്താണ് ആന്റിബയോട്ടിക് യൂസേജ്. നമുക്കറിയാം ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം, അതുപോലെ തന്നെ ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അതിനെ പറ്റി, അതുപോലെ ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് പ്രോഡക്റ്റ് ആൻഡ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ. അതുപോലെ ബ്ലഡ് പ്രോഡക്റ്റുകളൊക്കെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം, അതുപോലെ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം, ആന്റിബയോട്ടിക്കിന്റെ യൂസേജ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. ഓക്കെ.
പിന്നെ വരുന്നത് യൂസ് ഓഫ് സിംഗിൾ യൂസ് ഡിവൈസ്, റീപ്രോസസിംഗ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് എക്യുപ്മെന്റ്. യൂസ് ഓഫ് സിംഗിൾ യൂസ് ഡിവൈസ്, അതുപോലെ യൂസ് ഓഫ് സിംഗിൾ യൂസ് ഡിവൈസ് മീൻസ് എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻഷുവർ ദ എക്യുപ്മെന്റ് ഈസ് യൂസ്ഡ് സേഫ്ലി. നമ്മൾ ഈ പറയുന്ന എക്യുപ്മെന്റ്സുകൾ വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അല്ലെ. എന്താണ് യൂസ് ഓഫ് സിംഗിൾ യൂസ് ഡിവൈസ്? അപ്പൊ നമ്മൾ ഒറ്റ തവണ ഉപയോഗിക്കുന്ന സാധനങ്ങളിലെ പ്രത്യേകിച്ച് സിറിഞ്ച് അല്ലെ, അതൊക്കെ നമ്മൾ ഒരേ ഒരു തവണ ഉപയോഗിക്കുന്ന മാസ്ക്, ഗ്ലൗസ്, അതൊക്കെ നമ്മൾ ഒറ്റ തവണ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അല്ലെ. അങ്ങനെയുള്ള ഡിവൈസസുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സിംഗിൾ യൂസ് ഡിവൈസുകളുടെ ഉപയോഗം അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം. അതുപോലെ റീപ്രോസസിംഗ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആൻഡ് എക്യുപ്മെന്റ്. റീപ്രോസസിംഗ് എന്ന് വെച്ചാൽ സ്റ്റെറിലൈസ് ചെയ്യാം. നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാമല്ലോ. അതാണ് റീപ്രോസസിംഗ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് സ്റ്റെറിലൈസേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇൻസിഡന്റ് മോണിറ്ററിംഗ്. ഇൻസിഡന്റ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഐഡന്റിഫൈങ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ഇൻഫെക്ഷൻ റിലേറ്റഡ് ഇൻസിഡൻസ്. ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻസുകൾ അത് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം, അതുപോലെ അതിനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അതാണ് ഇൻസിഡന്റ് മോണിറ്ററിംഗ്. ദാറ്റ് മീൻസ് ഐഡന്റിഫൈങ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇൻഫെക്ഷൻ റിലേറ്റഡ് ഇൻസിഡൻസ്. അതായത് ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻസുകളെ കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം, അതിനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അതാണ് ഇൻസിഡന്റ് മോണിറ്ററിംഗ്. ഓക്കെ, ലാസ്റ്റ് എന്താണ് വരുന്നത്? ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ. ഇതാണ് ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ. ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ട്രാക്കിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ സഡൻ ഇൻക്രീസ് ഇൻ ദ ഡിസീസ്. സഡൻ ഇൻക്രീസ് ഇൻ ദ ഡിസീസ്. That means identifying and responding to sudden increase in infection. ചില ഇൻഫെക്ഷൻസുകൾ പെട്ടെന്ന് ഒരു വർധനം ഉണ്ടാവും അല്ലെ, സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെതിരെ നമ്മൾ കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത് അതിനെതിരെ റെസ്പോണ്ട് ചെയ്യും. ഇപ്പൊ കോവിഡ് തന്നെ എടുത്താൽ മതി. തുടക്കം കുറവായിരുന്നു അല്ലെ, പിന്നെ ഒരു ടൈം എത്തിക്കഴിഞ്ഞപ്പോ വല്ലാതെ ഇപ്പൊ കൂടാൻ തുടങ്ങി. ഒരു സഡൻ ഇൻക്രീസ് അവിടെ ഉണ്ടായി അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഔട്ട്ബ്രേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ മീൻസ് ഐഡന്റിഫൈങ് ആൻഡ് റെസ്പോണ്ടിങ് ഓർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ സഡൻ ഇൻക്രീസ് ഇൻ ഇൻഫെക്ഷൻസ്. ഇൻഫെക്ഷൻസിൽ ഉണ്ടാകുന്ന പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു വർധനവിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് അവിടെ ഉദ്ദേശിച്ചത്. അതായത് ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ. ഇത്രയും കമ്പോണന്റുകളാണ് ഇതിനകത്ത് വരുന്നത്, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിനകത്ത് വരുന്നത്. ഇതൊക്കെ കമ്പോണൻസുകളാണ്. മനസ്സിലായത് എന്തൊക്കെയാണ്? ബേസിക് മെഷർ ഫോർ ഇൻഫെക്ഷൻ കൺട്രോൾ, സ്റ്റാൻഡേർഡ് ആൻഡ് അഡീഷണൽ, protection of healthcare workers, education and training of healthcare workers, aspective techniques. Aspective techniques means using sterile method to prevent the infections. അതുപോലെ identification of hazards and minimizing risk, surveillance, antibiotic usage, management of blood and body fluid exposure, handling of blood product, hospital waste management, പിന്നെ use of single use devices, reprocessing of instruments and equipment, incident monitoring, outbreak investigation. Clear ആയോ പറഞ്ഞത്? എല്ലാ കമ്പോണന്റുകളും മനസ്സിലായോ? നിങ്ങളോട് ഇങ്ങനെയാണ് ചോദിക്കാട്ടോ, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിനകത്ത് വരുന്ന കമ്പോണന്റ്സുകൾ എന്തൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കാനുള്ളത്.
മെത്തേഡ്സ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ മെത്തേഡുകൾ ഏതൊക്കെയാണ് കേട്ടോ? What are the important methods of infection control? പ്രധാനമായിട്ടും 4 മെത്തേഡുകളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. 4 മേജർ മെത്തേഡ്സ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ കൺട്രോളിന്റെ 4 പ്രധാനപ്പെട്ട മെത്തേഡുകൾ ഏതൊക്കെയാണ്? ഇതൊക്കെയാണെന്നറിയോ? ഫസ്റ്റ് വൺ ഐസോലേഷൻ പ്രിക്കോഷൻസ്. ഫസ്റ്റ് വൺ ഐസോലേഷൻ പ്രിക്കോഷൻസ്. സെക്കൻഡ് വൺ ബാരിയർ മെത്തേഡ്. തേർഡ് വൺ സർജിക്കൽ ആക്സെപ്റ്റൻസ്. ആൻഡ് ഫോർത്ത് വൺ മെഡിക്കൽ ആക്സെപ്റ്റൻസ്. അങ്ങനെ തന്നെ പഠിക്കുക. 4 മേജർ മെത്തേഡുകളാണ്. ഐസോലേഷൻ പ്രിക്കോഷൻസ്, ബാരിയർ മെത്തേഡ്സ്, സർജിക്കൽ ആക്സെപ്റ്റൻസ്, മെഡിക്കൽ ആക്സെപ്റ്റൻസ്. അങ്ങനെ 4 മെത്തേഡുകളാണ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ എളുപ്പമുള്ള മെത്തേഡുകളാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഐഡിയ തരാം. ഐസോലേഷൻ പ്രിക്കോഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും. നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഐസോലേറ്റ് ചെയ്യുക അല്ലെ. അതായത് അവര് മറ്റുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കി ഐസോലേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു പ്രിക്കോഷൻ ആണ് അല്ലെ. നമുക്കൊരു ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ബാരിയർ മെത്തേഡ് ആണ്. ബാരിയർ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മള് ഫിസിക്കൽ മെത്തേഡ് ലൈക്ക് ഇപ്പോ നമ്മള് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക. അങ്ങനെ ഫിസിക്കൽ മെത്തേഡ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂക്ഷ്മാണുക്കളെ തടയാനായിട്ട് പറ്റും. അതാണ് ബാരിയർ മെത്തേഡ് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ ബാരിയേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് നമ്മൾ ഗ്ലൗസുകൾ ഉപയോഗിക്കാം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക അല്ലെ, മാസ്ക് ഒക്കെ അതിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള മെത്തേഡുകൾ ഫിസിക്കൽ ബാരിയറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ വരുന്നത് സർജിക്കൽ ആക്സെപ്റ്റൻസ് ആണ്. സർജിക്കൽ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സ് അവയിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് സർജിക്കൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വരുന്നത് മെഡിക്കൽ ആക്സെപ്റ്റൻസ്. മെഡിക്കൽ ആക്സെപ്റ്റൻസ് മീൻസ് ഇതുപോലെ തന്നെ നമ്മൾ ഇത്തരം സൂക്ഷ്മാണുക്കൾ ഇല്ലാതാക്കുന്ന രീതിയാണ്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള രീതികൾ. സർജിക്കൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ സർജിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ, എക്യുപ്മെന്റ്സ് അവയിൽ നിന്നുമൊക്കെ നമ്മൾ എന്താണ് ഈ ഇൻഫെക്ടിയസ് ഏജൻസിനെ ഇല്ലാതാക്കുന്നതിന് സർജിക്കൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നു. മെഡിക്കൽ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് നമ്മൾ ഇത്തരം ഇൻഫെക്ടിയസ് ഏജൻസിനെ തടയുന്ന ആ ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പൊ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മെഡിക്കൽ ആക്സെപ്റ്റൻസ് ആണ് കേട്ടോ. അതാണ് മെഡിക്കൽ ആക്സെപ്റ്റൻസ്. ഈ മെഡിക്കൽ ആക്സെപ്റ്റൻസിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയത് ഇവിടെ പറയുന്നുണ്ട്. ഹാൻഡ് വാഷിംഗ്, ഹാൻഡ് വാഷിംഗ്, ക്ലീനിങ് ദ എൻവയോൺമെന്റ്, ഇതൊക്കെ മെഡിക്കൽ ആക്സെപ്റ്റൻസിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഹാൻഡ് വാഷ് ചെയ്യാം. അതുപോലെ ക്ലീനിങ് ദ എൻവയോൺമെന്റ്, നമ്മുടെ ആ പരിസരം, ചുറ്റും പരിസരമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാം. അതുപോലെ വിയറിംഗ് ദ അപ്രോപ്രിയേറ്റ് PPE അല്ലെ, അനുയോജ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കാം. അതുപോലെ ഡിസ്ഇൻഫെക്റ്റിംഗ് ആർട്ടിക്കിൾസ് ആൻഡ് സർഫസസ്, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ടച്ച് വരുന്ന സർഫസസുകൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഡിസ്ഇൻഫെക്ട് ചെയ്യുക, അണുവിമുക്തമാക്കുക. അതുപോലെ യൂസ് ഓഫ് ആന്റിസെപ്റ്റിക്സ് അല്ലെ, ആന്റിസെപ്റ്റിക്കുകൾ ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? മെഡിക്കൽ ആക്സെപ്റ്റൻസിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ഹാൻഡ് വാഷിംഗ്, ക്ലീനിങ് ദ എൻവയോൺമെന്റ്, wearing appropriate PPE, disinfecting articles and surfaces, and the use of antiseptics. These are the different components of medical aspects. ഒപ്പം ഹാൻഡ് വാഷിങ്ങിന്റെ സ്റ്റെപ്സുകളും അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി ഡിപ്ലോമയ്ക്ക് അടുത്തത് പഠിച്ചതാണ്. ഓക്കെ. ഇനി നമ്മൾ മെഡിക്കൽ ആസ്പെക്ട്സ് എന്നതുകൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്ന കാര്യം എന്താണ്? നമ്മുടെ ഗോൾ എന്താണ്? എന്താണ് ഗോൾ എന്ന് പറഞ്ഞാൽ ടു റിമൂവ് പാത്തോജൻസ് from the surfaces, equipment and the hands of healthcare workers. അല്ലെ, to remove the pathogens from surfaces, equipment and hands of healthcare workers. അപ്പൊ മെഡിക്കൽ ആക്സെപ്റ്റൻസ് കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് അവരുടെ കൈകള്, അതുപോലെ നമ്മൾ ടച്ച് ചെയ്യുന്ന നമ്മുടെ സർഫസുകള്, എക്യുപ്മെന്റ്സുകളിൽ നിന്നൊക്കെ എന്തിനെ അവോയ്ഡ് ചെയ്യാം? പാത്തോജൻസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് മെഡിക്കൽ ആക്സെപ്റ്റൻസ് കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പൊ അതിന് വേണ്ടി ചെയ്യാവുന്ന പ്രിവെന്റീവ് മെഷർ എന്താണ്? പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് ആണ് അല്ലെ. ശരിയായ രീതിയിൽ നമ്മൾ കൈകൾ വാഷ് ചെയ്യാന്നുള്ളതാണ് അല്ലെ. വിസിബിളി സോയിൽഡ് ഹാൻഡ്, ശരിക്കും മലിനമായിട്ടുള്ള കൈകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യൂസ് സോപ്പ് ആൻഡ് വാട്ടർ, സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിൽ കൈകൾ വാഷ് ചെയ്യാം. അതേസമയം ഹാൻഡ്സ് ആർ നോട്ട് വിസിബിളി സോയിൽഡ്, നമ്മുടെ കൈകള് വലിയ കാര്യമായിട്ട് നമ്മൾ വിസിബിളി സോയിൽഡ് അല്ലെങ്കിൽ മലിനമാക്കാൻ വേണ്ടിയിട്ടില്ല. യൂസ്
ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്ബർ കേട്ടോ. കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് മെഡിക്കൽ അസെപ്സിസിനെ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിന് വേണ്ട ഏറ്റവും നല്ല പ്രിവെന്റീവ് മെഷർ എന്ന് പറഞ്ഞ പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് ആണ്. നമ്മുടെ കൈകള് വിസിബിളി സോയിൽഡ് ആണെങ്കിൽ വെള്ളം സോപ്പ് വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ വാഷ് ചെയ്യാം. വിസിബിളി സോയിൽഡ് അല്ലാന്നുണ്ടെങ്കിൽ അല്ലെ, അത്ര നമ്മൾ പെട്ടെന്ന് കാണുന്ന രീതിയിൽ വലിയ മലിനമാക്കം പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ യൂസ് ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്ബർ. ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് റബ്ബർ അഥവാ സാനിറ്റൈസർ ഉപയോഗിക്കാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ മെഡിക്കൽ അസെപ്സിസിനകത്ത് പറയുന്ന കാര്യം, അത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, സർജിക്കൽ അസെപ്സിസ്. സർജിക്കൽ അസെപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർജറിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകള്, ഇൻസ്ട്രുമെന്റ്സുകള് അതൊക്കെ അണുവിമുക്തമാക്കുന്ന, സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ട് അണുവിമുക്തമാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സർജിക്കൽ അസെപ്സിസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, it is to considered as an important aspect of the infection control system. Involves the sterilization of all instruments and equipment used for procedures that involve entering a person's body, like the surgical procedure, injections, insertion of IV catheters, insertion of urinary catheters. അതായത് സർജിക്കൽ അസെപ്സിസ് എന്നതുകൊണ്ട് അതും ഒരു ഇമ്പോർട്ടന്റ് ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇറ്റ് ഇൻവോൾവ്സ് സ്റ്റെറിലൈസേഷൻ ഓഫ് ഓൾ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഫോർ ദ പ്രൊസീജിയേഴ്സ്. നമ്മള് എന്താണ് പല പ്രൊസീജിയേഴ്സ് ലൈക്ക് ഇപ്പൊ നമുക്ക് സർജിക്കൽ പ്രൊസീജിയേഴ്സിന്, ഇഞ്ചക്ഷൻസിന്, അല്ലെങ്കിൽ IV കത്തീറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്യുമ്പോഴേക്കും യൂറിനറി കത്തീറ്റേഴ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അത്തരം ഇൻസ്ട്രുമെന്റ്സുകളെയും എക്യുപ്മെന്റ്സുകളെയും സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡിനെയാണ് സർജിക്കൽ അസെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നും എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ മെത്തേഡും മനസ്സിലായിട്ടുണ്ട്. മൂന്നാമത്തെ മെത്തേഡാണ് ബാരിയർ മെത്തേഡ്. ഫിസിക്കൽ ബാരിയറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ നോക്കിയേ, ബാരിയർ മെത്തേഡ്സ് യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ. ബാരിയർ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, യൂസിങ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ വരുന്ന ആളുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കിയേ, സേഫ്റ്റി ഗ്ലാസസ് ഉണ്ട്, മാസ്ക് ഉണ്ട്, ഗ്ലൗസ് ഉണ്ട്, സേഫ്റ്റി ഗൗൺസ് ഉണ്ട്, ഷൂസ് ഉണ്ട് അല്ലെ. ഇതെല്ലാം തന്നെ അതുപോലെ ബയോ ഹസാർഡ് പ്രത്യേകം ഇതിനുള്ള ഡിസ്പോസ് ചെയ്യാനായിട്ട് പ്രത്യേകം ബയോ ഹസാർഡ് ബാഗുകൾ, ഇതെല്ലാം തന്നെ ഇതിന്റെ ഭാഗമാണ്, ബാരിയർ മെത്തേഡുകളാണ് അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ ഭാഗമാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ബെസ്റ്റ് ഓർഡർ ഫോർ പുട്ടിംഗ് ഓൺ PPE, നമ്മളൊരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകള് ധരിക്കുന്നതിനായിട്ടുള്ള ആ ഒരു ഓർഡർ എങ്ങനെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊരു ഓർഡറിലാണ് നമുക്ക് ധരിക്കുന്നത്? ഒന്ന് ആദ്യം മാസ്ക്, then പ്രൊട്ടക്റ്റീവ് ഐവെയർ, മാസ്ക് ധരിക്കുക, then പ്രൊട്ടക്റ്റീവ് ഐവെയർ, പിന്നെ ഗൗൺസ്, then ഗ്ലൗസ്. ഈ ഒരു ഓർഡറിലായിരിക്കണം ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കേണ്ടത്. ഇതൊക്കെയാണ് ആദ്യം മാസ്ക്, then പ്രൊട്ടക്റ്റീവ് ഐവെയർ, ഗൗൺസ്, അതുപോലെ തന്നെ ഗ്ലൗസ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ ഞാൻ വേറെ എക്സ്ട്രാ എടുക്കുന്നില്ല. ഒരു 3 pages കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നമുക്ക് ഈ ചാപ്റ്റർ നമുക്ക് കുറച്ച് സ്പീഡിൽ പോകാൻ പറ്റും. അതിൽ ഒരുപാട് കാര്യങ്ങളും ഇതിൽ വാരി ധരിച്ചൊന്നും പറയുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും കേട്ടോ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞത്. അത് വേഗം പറഞ്ഞു പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഐസൊലേഷൻ പ്രിക്കോഷൻസ് അതൊക്കെ നമുക്ക് പഠിക്കാം. ഐസൊലേഷൻ പ്രിക്കോഷൻസ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നമുക്ക് നോക്കാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇത്രയും ഭാഗങ്ങൾ നല്ലപോലെ വായിച്ച് മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ ഡൗട്ട്സുകൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്